അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ ഫോർ റാഷണൽ നമ്പേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് സി ഇസിക്കൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ആണെന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാം. എ ഈക്വൽ ടു 1/3, ബി ഈക്വൽ ടു 2/3, സി ഈക്വൽ ടു 4/3. 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം LHS ചെയ്ത് നോക്കാം. എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എത്രയാണ് 1/3 അല്ലേ, ഇൻറ്റു ബി എത്രയാണ് 2/3 പ്ലസ് സി എത്രയാണ് 4/3 അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ്, അതുകൊണ്ട് 1/3 അതുപോലെ തന്നെ എഴുതി, ഇൻറ്റു ഇവിടെ കോമൺ ഡിനോമിനേറ്റർ അഡീഷൻ ആണ്, അതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് 3 അതുപോലെ തന്നെ എഴുതാം. 2 + 4 എത്രയാണ് 6 അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ വരും 1 × 6 6 ഡിവൈഡഡ് ബൈ 3 3s are 9. നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 3 വെച്ച് കട്ട് ചെയ്യാം അല്ലേ. 3 2s are 9, 3 3s are 9. അപ്പോൾ 2/3 എന്ന ആൻസർ വന്നു. ഇപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോൾ നമുക്ക് 2/3 കിട്ടി. അടുത്ത് നോക്കേണ്ടത് RHS അല്ല, എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി നോക്കണം. ഇപ്പോൾ എ എത്രയായിരുന്നു 1/3, ഇൻറ്റു ബി എത്രയായിരുന്നു 2/3 പ്ലസ് എ എത്രയാണ് 1/3 ഇൻറ്റു സി 4/3 അല്ലേ. ദിസ് 1 × 2 2, 3 3s are 9 പ്ലസ് 1 4s are 4, 3 3s are 9 അല്ലേ. 2 + 4 എത്രയാണ് 6, 6/9 വന്നു. 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. 3 2s are 9, 3 3s are 9, അതായത് 2/3 എന്ന് വന്നു അല്ലേ. ഇപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോഴും എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ചെയ്തപ്പോഴും എത്ര തന്നെയാണ് ആൻസർ വന്നത് 2/3 അല്ലേ. നമുക്ക് എഴുതാം എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്ന് പറയും. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഈ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ എന്ന് പറയാം കേട്ടോ. ഒന്നും കൂടി പറയാം. എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്നാണ് നമ്മൾ നോക്കേണ്ടിയിരുന്നത്. 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. എ ഇൻറ്റു ബി പ്ലസ് സി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 2/3 കിട്ടി. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ചെയ്തപ്പോഴും 2/3 കിട്ടി. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ എന്ന് പറയാൻ പറ്റും.